ബ്രിട്ടനിലെ മുൻനിര സർവകലാശാലകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കൂടുതലായും വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസിനെയാണ് ആശ്രയിക്കുന്നതെന്ന് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ രാജ്യത്തെ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങുന്നതിന്റെ ഇരട്ടിയിലധികമാണ് ഇവർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സ് ഫീയായി ഈടാക്കുന്നത്. ചില സ്ഥാപനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ 3/4 ഭാഗവും വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. ഇംപീരിയൽ കോളേജ്, റോഹാംപ്ടൺ, ബെഡ്ഫോർഡ്ഷെയർ, സെൻട്രൽ ലങ്കാഷെയർ തുടങ്ങിയവ ഈ പട്ടികയിലുണ്ട്. ബ്രിട്ടീഷ് സർവകലാശാലകളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് വിദേശ പണമൊഴുക്കിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം ഈ പ്രവണത എടുത്തുകാട്ടുന്നു. ദി ടൈംസിലെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ ബ്രിട്ടീഷ് സർവകലാശാലകളിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 50% വർധനവ് ഉണ്ടായിട്ടുള്ളതായി പറയുന്നു. അതിനാൽ തന്നെ 2016 മുതൽ 17 വരെയുള്ള 49% നിന്ന് റസൽ ഗ്രൂപ്പ് സർവകലാശാലകൾ ഇപ്പോൾ അവരുടെ ഫീസ് വരുമാനത്തിന്റെ 57% വിദേശ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈടാക്കുന്നത് എന്നുകൂടി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, ഇംപീരിയൽ കോളേജ്, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എന്നിവ തങ്ങളുടെ ഫണ്ടിന്റെ 76 മുതൽ 79% വരെ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. പുതിയ ബ്രിട്ടീഷ് സർവകലാശാലകൾ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സിനെ ആശ്രയിക്കുന്ന പ്രവണത വ്യാപകമായി പ്രകടമാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. റഹാംപ്ടൺ, ബെഡ്ഫോർഡ്ഷെയർ, സെൻട്രൽ ലങ്കാഷെയർ, നോർത്തുംബ്രിയ തുടങ്ങിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ വിദേശ വരുമാന അനുതാപം 30% അതിലധികമോ ആയി ഇരട്ടിയാക്കിയിട്ടുണ്ട്. ബെഡ്ഫോർഡ്ഷെയറിൽ ഇത് 48% വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2028 UK സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 6,79,970 എന്ന റെക്കോർഡിലെത്തിയിരുന്നു. ഇത് മൊത്തം വിദ്യാർത്ഥി ജനസംഖ്യയുടെ ഏകദേശം 24%. മാത്രമല്ല, ഒരേ കോഴ്സിനും ഫെസിലിറ്റികൾക്കും വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും ഇവർ വാങ്ങുന്ന തുക ആഭ്യന്തര വിദ്യാർത്ഥികൾ നൽകുന്നതിന്റെ ഇരട്ടിയിലധികവുമാണ്. അതിനാൽ തന്നെ ബ്രിട്ടനിലെ പല പ്രമുഖ സർവകലാശാലകളും തങ്ങളുടെ വരുമാനം കൂട്ടുന്നതിനായി വിദേശ വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ തിരിയുന്നതും കാണാം. കൂടാതെ കഴിഞ്ഞ 7 വർഷമായി UKയിലെ ട്യൂഷൻ ഫീസ് പ്രാദേശിക വിദ്യാർത്ഥികൾക്ക് 9,250 പൗണ്ടായി മരവിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം UK പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ ഗവൺമെന്റ് വക്താവ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തങ്ങൾ പ്രതിവർഷം 6 ബില്യൺ പൗണ്ടിന്റെ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എന്നാണ്. കൂടാതെ ട്യൂഷൻ ഫീസ് വായ്പയായി പ്രതിവർഷം 10 ബില്യൺ പൗണ്ട് നൽകുന്നു. ബ്രിട്ടീഷ് സർവകലാശാലകൾ സർക്കാരിൽ നിന്ന് സ്വതന്ത്രമാണെങ്കിലും ആഭ്യന്തര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്നത് തന്നെയാണ് തങ്ങളുടെ നയമെന്നും ഇവർ വ്യക്തമാക്കുന്നു.